10 മണിക്ക് ഇറങ്ങുന്ന ഓഫീസ്, ഒരു മനുഷ്യനെ കാണാനില്ല. ഇത് പൂട്ടിട്ട് വേറെ പണിക്കും പോയിരുന്നു. മേ കമിൻ സാർ? അകത്ത് വന്നിട്ടാണ് മേ കമിൻ സാർ. പുറത്ത് നോക്കി ആരെയും കണ്ടില്ല, അതുകൊണ്ട് വന്നതാണ്. പിന്നെ നമസ്കാരം. ആന്റിഫോർ എന്ന് പറഞ്ഞ വയറിളക്കാനുള്ള മരുന്നാണ്. അയ്യോ ഇതല്ല, ഞാൻ അങ്ങോട്ട് കടന്നു വന്നപ്പോ പുറത്തിരിക്കണ ആന്റി ഒരു ഫോറം തന്നു, അത് സാറിന് തരാൻ പറഞ്ഞു. ഇതാണ് ആന്റിഫോർ. ശരി, തനിക്ക് ജോലി കിട്ടണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് വന്നാണല്ലോ. എന്റെ പൊന്നു സാറേ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരണം. തനിക്ക് ജനറൽ നോളജ് ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ? അല്ലേ സാർ, അങ്ങനെയൊന്നും പറയരുത്, അതൊക്കെ എനിക്കുണ്ട്. ഓക്കെ, നമുക്ക് കിടക്കാം. എന്താണ് തന്റെ പേര്? പൗലോസ്. ഓ പൗലോസ്. ഓ പൗലോസ് അല്ല, പി പൗലോസ്, പാട്ടത്തിൽ പൗലോസ്. വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടിൽ ഈ ഒരു പേര് മാത്രമേ ഉള്ളൂ, പൗലോസ്. വീട്ടിൽ എത്ര മെമ്പർമാരുണ്ടെന്ന്? മെമ്പർമാരായിട്ട് ആരുമില്ല, ഒക്കെ വോട്ടർമാരല്ലേ. വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന്? അംഗങ്ങളുണ്ട്. 2 അച്ഛൻ 2 മക്കളും, മൊത്തം 3 പേര്. 2 അച്ഛൻ 2 മക്കളും, മൊത്തം 3 പേര്. 2 അച്ഛൻ 2 മക്കളും, മൊത്തം 4 പേരായില്ലേ? 3 പേരുള്ളൂ. അപ്പൊ ഈ 2 അച്ഛൻ എന്ന് പറഞ്ഞാലോ? ഒരച്ഛൻ എന്റെ അച്ഛൻ. ഓക്കെ. പിന്നെ എന്റെ മോന്റെ അച്ഛനാണല്ലോ ഞാൻ. അപ്പൊ ഈ 2 മക്കളുടെ കാര്യം പറഞ്ഞത്? എന്റെ അച്ഛന്റെ മോനാണല്ലോ ഞാൻ. പിന്നെ എന്റെ മോനാണ് എന്റെ മോൻ. മൊത്തം 3 പേര്. കറക്റ്റാണ്. ചുഴലിയാണോ? ആ മഞ്ഞ ചുരിദാറിട്ട പെണ്ണെന്നെ നോക്കി ചിരിക്കണ്. അപ്പൊ തനിക്ക് ഇവിടെ ജോലി കിട്ടി എന്ന് വിചാരിക്കുക. ജോലി കിട്ടിയെന്ന് വിചാരിച്ചാ മതി. ലീവ് ലെറ്ററും തന്നൊന്നും വിചാരിച്ചാ മതി. ശരി, താൻ ഇവിടെ ആദ്യത്തെ മാസം ജോലി ചെയ്ത് കഴിയുമ്പോ തനിക്ക് ഞാനൊരു 500 രൂപ ശമ്പളം തരും. 500 രൂപ? ഈ 500 രൂപ കൊണ്ട് ഈ കാലഘട്ടത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് കൂടി പറഞ്ഞു. അല്ല, രണ്ടാമത്തെ മാസം താൻ ജോലി കണ്ടിന്യൂ ചെയ്യുമ്പോൾ താൻ ഏബിൾ ആണ് എന്ന് എനിക്ക് മനസ്സിൽ. ഞാൻ അത്രക്കാരനല്ല. എടോ, താൻ ഏബിൾ ആണെന്ന്. അയ്യോ, അങ്ങനെ പറയരുത് സാർ, എന്റെ മേത്തെ തൊലി ഉരിഞ്ഞു. താൻ ഏബിൾ ആണ്. എടാ, ഏബിൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സമർത്ഥൻ. അയ്യോ, അങ്ങനെയായിരുന്നു. നീ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഓർത്ത് എന്നൊക്കെ പറയുമ്പോ നീ സമർത്ഥനാണെന്ന് എനിക്ക് മനസ്സിലായാൽ രണ്ടാമത്തെ മാസം തനിക്ക് ഞാനൊരു 1000 rupees സാലറി. 300 രൂപ? 1000 രൂപ. മൂന്നാമത്തെ മാസം താൻ കുറച്ചുകൂടി ഏബിൾ ആണ് എന്ന് എനിക്ക് മനസ്സിലായാൽ തനിക്ക് ഞാനൊരു 1500 രൂപ സാലറി. മൂന്നാമത്തെ മാസം തരും. ആദ്യത്തെ മാസം 500 രൂപ. രണ്ടാമത്തെ മാസം ഞാൻ കേബിൾ ആണെങ്കിൽ, ആ സാധനം ആണെങ്കിൽ എനിക്ക് 1000 രൂപ വരും. മൂന്നാമത്തെ മാസം ഈ പറഞ്ഞ സാധനമായി ഞാൻ മാറുവാണെങ്കിൽ എനിക്ക് 1500 രൂപ തരുമല്ലോ? പറ്റിക്കില്ലോ. ദൈവത്താണ് സത്യമാണല്ലോ. അപ്പൊ ഞാൻ 3 മാസം കഴിഞ്ഞ് വരാം, 1500 രൂപ എടുത്ത് വെച്ചേരാം. 3 മാസം കഴിഞ്ഞ് 1500 രൂപ മേടിക്കാൻ പറ്റും. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ വന്നപ്പോ മുതൽ ഞാൻ പറഞ്ഞു, ആ മഞ്ഞ ചുരിദാറിട്ട പെണ്ണ് എന്നെ നോക്കിയാ ചിരിക്കണേ. പിന്നെ ഒരു പേഴ്സണാലിറ്റി ഉള്ളവരെ നോക്കിയല്ലേ പെണ്ണുങ്ങൾ ഇരിക്കും. അല്ലാണ്ട് ഈ വെറുതെ ചുമ്മാ. ഞാൻ ചോദിക്കുന്ന ചോദ്യം കൃത്യമായിട്ട് ഉത്തരം പറയണം. ഞാൻ പറയും. ആദ്യത്തെ ചോദ്യം, മഹാകവി കുമാരനാശാന്റെ വീണപൂവ് എഴുതിയത് ആരാണ്? മഹാകവി കുമാരനാശാന്റെ വീണപൂവ് എഴുതിയത് ആരാണ്? മഹാകവി കുമാരനാശാന്റെ വീണപൂവ് എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ. കറക്റ്റാണ്. രണ്ടാമത്തെ ചോദ്യം, കൊക്ക് ഒറ്റക്കാലിൽ നിൽക്കുന്ന മീൻ പിടിക്കുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോഴാണ്? അണ്ടർവെയർ ഇടുമ്പോൾ. ശരിയാണല്ലോ. ഈ ആന്റണി സർക്കാരിനെതിരെ നടന്ന സമരകാലത്ത് ഈ താൽക്കാലിക ജോലിക്കാരെ നിയമിക്കുന്നതിനായിട്ട് യെസ്മ എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആസ്മയല്ല, യെസ്മ. എന്താണ് യെസ്മയുടെ ഫുൾ ഫോം? ആന്റണിയുടെ ഭാര്യയുടെ പേരെന്താണ്? ആന്റണിയുടെ ഭാര്യയുടെ പേര് എലിസബത്ത്. എലിസബത്തിന്റെ ശമ്പളം മതി ആന്റണിക്ക്. വളരെ കറക്റ്റാണ്. എങ്കിൽ രണ്ടാമത്തെ ചോദ്യം, അത് AIDS, എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്താണ്? അമേരിക്ക ഇന്ത്യക്ക് ദാനം തന്ന സാധനം. അതും കറക്റ്റ്. എങ്കിൽ ഒരു ചോദ്യം കൂടി. മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാം, ചെവി കൊണ്ട് കേൾക്കാം, നാക്ക് കൊണ്ട് രുചിക്കാം. അങ്ങനെയാണെങ്കിൽ പൊക്കിൾ കൊണ്ട് എന്താണ് ഉപയോഗം? പെട്ടി കടിച്ച കുത്തുവെക്കാം. എടാ, മഞ്ഞ ചുരിദാറിട്ട പെണ്ണല്ലേ? ഞാൻ വന്ന മുതൽ പറഞ്ഞത് എന്നെ നോക്കി ചിരിക്കണേ. ഇനി നമുക്ക് മഹാന്മാരിലേക്ക് കിടക്കാം. ഇന്ദിരാഗാന്ധിനെ അറിയോ? ഇല്ല. ഇന്ദിരാഗാന്ധിനെ അറിയൂല? എടാ, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു പൗരനല്ലേ നീ? എന്നിട്ട് ഇന്ദിരാഗാന്ധിനെ അറിയില്ലേ? ഓക്കെ. ജവഹർലാൽ നെഹ്റുവിനെ അറിയോ? അതും അറിയാൻ പാടില്ല. എടാ, നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനെ അറിയോ? ഇതൊക്കെ അറ്റ്ലീസ്റ്റ് രാജീവ് ഗാന്ധിനെങ്കിലും അറിയോ? നിർത്തിക്ക. ഞാൻ സാറിനോട് കാര്യം ചോദിക്കട്ടെ, സാറിന് ബാബുവിനെ അറിയോ? ഞാൻ അറിയില്ല. പ്രസാദിയേട്ടനെ അറിയോ? ഞാൻ അറിയില്ല. കുഞ്ഞുമോനെ അറിയോ? ഞാൻ അറിയില്ലെന്ന്. ഇതാ പറയണത്. എന്റെ കൂട്ടുകാരെ സാറിനും അറിയാൻ പാടില്ല, സാറിന്റെ കൂട്ടുകാരെ എനിക്കറിയാൻ പാടില്ല. ഞാൻ ഈ പറഞ്ഞവരൊക്കെ മഹാന്മാരാണ്. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ. കേരളത്തിലെ ഒരു വലിയ മഹാനാണ് യേശുദാസ്, പാട്ടുകാരൻ. യേശുദാസ് ഞാൻ തമ്മിൽ എങ്ങനെയാ?
എങ്ങനെയാണ്? യേശുദാസും ഞാനും തമ്മിൽ എടാ പോടാ ബന്ധമല്ലേ? എടാ പോടാ ബന്ധം. യേശുദാസൻ എടാ എന്ന് വിളിച്ചാൽ ഞാൻ ഇറങ്ങി പോടാന്ന് പറയൂലേ യേശുദാസ്? എടാ യേശുദാസിന്റെ മകൻ വിജയ് യേശുദാസ്. ഈ പാടുണ്ടോ? ഈ പാടെന്താ? യേശുദാസിന്റെ മകൻ വിജയ് യേശുദാസ്. ഞാൻ ഇവിടെ ഇരുന്ന് മൂത്രം ഒഴിച്ച് വളർന്ന പാടാണ്. അതാണ് ഈ പാട്. അപ്പൊ തൊട്ടപ്പുറത്ത് കാണുന്ന ആ പാടോ? ഈ പാട് ഇളയരാജയുടെ മകൻ മൂത്രം ഒഴിച്ചത്. അപ്പൊ ഈ പാടെന്താണ്? ഈ പാട് SP ബാലസുബ്രഹ്മണ്യത്തിന്റെ മകൻ മൂത്രം ഒഴിച്ചത്. അല്ല, ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കൂ. ഇത്രയും പേര് മൂത്രം ഒഴിക്കാൻ സാറിന് മൂത്രപ്പടിയാണോ? സാറ് നല്ല വിദ്യാഭ്യാസ യോഗ്യതയൊക്കെയുള്ളൊരു മനുഷ്യൻ. നീ വന്ന് കയറിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി സ്കൂളിന്റെ പടി പോലും കണ്ടിട്ടില്ലെന്നുള്ളത്. പടി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പടി കണ്ടിട്ടില്ല. ഞാൻ എന്തോരം പഠിച്ചെന്നറിയോ? എത്ര വരെ പഠിച്ചു? MA BA 2 കറക്റ്റായിട്ട് പറയാം. പോയിട്ടില്ല. അങ്ങനെ പറ. പക്ഷെ പോയില്ലെങ്കിലും എന്റെ ഒരു സാധനം ഉണ്ട്. എന്ത്? എന്തെന്ന്? എന്താ ഇത്? സെപ്പറേറ്റ് ടിക്കറ്റ്. സെപ്പറേറ്റ് ടിക്കറ്റ്. അങ്ങനെയല്ല, കറക്റ്റ് ആയിട്ട് പറ. പറഞ്ഞു. ഇതാണ് സെപ്പറേറ്റ് ടിക്കറ്റ്. ഞാൻ പറഞ്ഞ കേട്ടിട്ട് കൃത്യമായിട്ട് പറ. ഇതാണ് ഒറ്റടിയാൻ വെച്ച നടല്ല. ഇനി നീ മിണ്ടണ്ട, ഞാൻ പറയാം. ഇതാണ് കൊല്ലി ഞാൻ പറഞ്ഞ കേട്ടിട്ട് പറഞ്ഞ സ്ഫുടമായിട്ട് പറയണം. ഇതുപോലെ പറ. ഇതാണ് സപ്രട്ടിപ്പട്ടും. ഇതാണ് സർട്ടിഫിക്കറ്റ്. അത് നോക്കിയ സാറേ, ആ മഞ്ഞ ചുരിദാറിട്ട പെണ്ണ് എന്നെ നോക്കി ചിരിക്കണം. എടാ, ഞാൻ പറഞ്ഞില്ല ആ മഞ്ഞ ചുരിദാറിട്ട പെണ്ണ് എന്നെ നോക്കിയാണ് ചിരിക്കണത്. സാറിനെ നോക്കിയാണോ? പിന്നെ അല്ലാതെ. അല്ല, സാറ് കുറെ നേരം അല്ലേ ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചോണ്ടിരിക്കണേ. ഞാൻ നിസ്സാരം ഒരു ചോദ്യം ചോദിക്കാം, സാറിന് അതിന് ഉത്തരം പറയാൻ പറ്റുമോ? താൻ എന്നോട് വലിയ സാറാണല്ലോ. ഒരു വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത നീ എന്നോട് ചോദിക്കാം. ചോദിക്കാം. സാറിന് ഉത്തരം പറയാമോ? ഉറപ്പാണല്ലോ? ഉറപ്പ്. എന്നാൽ കോഴിയുടെ നമ്പർ 2 എന്ത് പറയും? കോഴിയുടെ നമ്പർ 2 എന്ത് പേര് പറയും? ഇത്ര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ വന്നിരിക്കുമ്പോ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് ചോദിക്കുന്നത്. ആർക്കും പറയാവുന്ന ഒരു ചെറിയ ചോദ്യമാണ് ഇത്. പറയാം, സമൂഹത്തിൽ നടക്കുന്ന കോഴിയുടെ കോഴിക്കാട്ടം. എങ്കിൽ കാക്കയുടെ നമ്പർ 2 എന്ത് പറയും? ഇവനെ കൊണ്ട് വലിയ ശല്യം. പറയൂ. കാക്കക്കാട്ടം. എങ്കിൽ പട്ടിയുടെ നമ്പർ 2 എന്ത് പേര് പറയും? പട്ടിക്കാട്ടം. എങ്കിൽ എരുമയുടെ നമ്പർ 2 എന്ത് പറയും? ചാണകം. എന്നാൽ ഉഗാണ്ടയുടെ പ്രസിഡന്റിന്റെ അനിയന്റെ പേരെന്താണ്? പറയൂ സാർ, പറയൂ. ഉഗാണ്ടയുടെ പ്രസിഡന്റിന്റെ അനിയന്റെ പേരെന്താണ്? അറിയില്ല. ലോകത്തുള്ള സകലമാന കാട്ടത്തിന്റെ പേര് പുള്ളി പഠിച്ചു വെച്ചേക്കുക. നിസാരം ഒരു ചോദ്യം ചോദിച്ചപ്പോ അതറിയാൻ മഞ്ഞ ചുരിദാറിട്ട പെണ്ണ് എന്നെ നോക്കി ചിരിക്കണം. നീ വന്നപ്പോ മുതൽ പറയുന്നില്ലിരിക്കുന്ന മഞ്ഞ ചുരിദാർ. ആ മഞ്ഞ ചുരിദാർ നിന്നെ നോക്കി ചിരിച്ചു. നീ എന്ത് ചെയ്തു? അപ്പൊ ഞാനും ചിരിച്ചു. എന്നിട്ട് ഇപ്പൊ ഞങ്ങള് തമ്മില് തബല കൊട്ടാൻ പോണം. തബലയില്ല, ഞങ്ങള് ആ മഞ്ഞ ചുരിദാർ. ആ ഇരിക്കുന്ന മഞ്ഞ ചുരിദാർ. എന്തിനാണ് എന്നെ തല്ലിയത്? ആ മഞ്ഞ ചുരിദാർ ഇട്ടിരിക്കണ എന്റെ സ്വന്തം ഭാര്യയാണ്, എന്റെ ഭാര്യ. അയ്യോ, മഞ്ഞ ചുരിദാറല്ലേ സാറേ, തെറ്റുപറ്റിയത്. തൊട്ടപ്പുറത്തെ ചുമല ചുരിദാറാണ്. ഏത് മഞ്ഞയുടെ? തൊട്ടപ്പുറത്തെ മഞ്ഞ ചുരിദാറിനെ ഞാൻ അങ്ങനെ കാണിക്കുവോ? ചുമല. മഞ്ഞയുടെ ഇപ്പുറത്തിരിക്കണ ചുമല. തൊട്ടപ്പുറത്തെ ചുമല. മഞ്ഞയുടെ ഇപ്പുറത്തെ ചുമല. ചുമല നോക്കി നീ ചിരിച്ചു. ഞാൻ തിരിച്ച് ഞങ്ങൾ തമ്മിൽ ചുമല ചുരിദാർ ഇട്ടിരിക്കുന്നവരായിട്ട്. ആ ചുമല ചുരിദാറിന്. ആ ചുമല. എന്തിനാണ് എന്നെ തല്ലിയത്? ആ ചുമല ചുരിദാർ ഇട്ടിരിക്കണ എന്നെ പെറ്റ് വളർത്തിയ എന്റെ സ്വന്തം അമ്മയാടാ, എന്റെ പെറ്റ അമ്മ. ആ ചുമല ചുരിദാർ ഇട്ടിരിക്കണ സാറിനെ പെറ്റ് വളർത്തിയ അമ്മ. അമ്മയാണല്ലേ? നീ എന്തിനാണ് എന്നെ തല്ലിയത്? വൃത്തികെട്ടവന് മേലാ തള്ളമാർക്ക് ചുരിദാർ മേടിച്ചു കൊടുക്കരുത്, കെട്ടടാ.